ചിന്തിക്കും. പക്ഷെ ഇവിടുത്തെ എനിക്ക് പോസിറ്റിവിറ്റി ആയിട്ട് തോന്നിയത് ആ ടീച്ചിങ് ആ ഒരു മെത്തേഡ് സൂപ്പറാണ്. കാരണം അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയത്. അത് പിന്നെ എക്സ്ട്രീംലി ഗോഡ് ഗ്രേസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ വരുന്നവർ ഗ്രേസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പാസ്സാവണം. അല്ലാണ്ട് എല്ലാം പഠിച്ചിട്ടാണ് ഇവിടുന്ന് ഫുള്ളി എന്താ പറയുക 100% ഇവിടുന്ന് സെറ്റായിട്ടല്ല നമ്മളവിടെ പോയിരിക്കുന്നത്. അവിടെ എക്സാം ഫിയർ ഉണ്ടാവും നമുക്ക്, പിന്നെ ഇതെന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ പാസ്സാവുമെന്ന് പോലും അറിയില്ല. ആ റിസൾട്ട് പാസ് തന്നെ കഴിഞ്ഞ് നമ്മുടെ മാർക്കും കൂടി കാണുമ്പോഴാണ് ഇവിടെ നമ്മൾ പഠിച്ച മെത്തേഡ് ഭയങ്കര എക്സ്ട്രീംലി നല്ലതാണെന്ന് തോന്നുന്നു. അതെ, നല്ലതായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിലിവിടുന്ന് എത്ര വന്നു ഇങ്ങോട്ടല്ല. അതെ അതെ അതെ, നല്ല മാർക്ക് കിട്ടി. അതാ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ അതാ ഈ 7:30 മുതൽ 5:30 വരെ നമ്മുടെ ബ്രെയിന് നമ്മൾ പറയുകയാണ്. അതാണ് ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡ്. നമ്മൾ ദിവസം ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയി എക്സാം സെന്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ സിസ്റ്റം തോന്നുന്നത് നമ്മൾ ദിവസം ചെയ്യുന്നതല്ലേ, അപ്പോൾ പുതിയതായിട്ടൊന്നും തോന്നിയില്ല. അതൊക്കെ എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ചെയ്തവരിന് പോലും ഇവിടുത്തെ ഈ 12 ദിവസത്തെ ക്രാഷ് അറ്റൻഡ് ചെയ്താൽ ശരിക്കും നിന്ന് അത്രയും ഗ്രേസ്ഫുൾ ആണ്. ഇവിടെ പഠിക്കുന്നത് മാത്രമല്ല, നമ്മുടെ കഴിവും പ്ലസ് ഗോഡ് ഗ്രേസും എല്ലാം ഒരു ക്രൂ മെമ്പേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം കൂടി ചെയ്ത് ഇഷ്ടം. എനിക്ക് ഭയങ്കര നല്ലത്. എന്റെ ഭാഗം ഇതൊന്ന് സീരിയസ് എല്ലാരും ഒരുപോലെയാണ്. അതന്നെയാണ് തിരുവനന്തപുരത്തിലെ ഹോസ്റ്റലായിക്കോട്ടെ. ഹോസ്റ്റലിൽ ഈ ചൂട് ടൈമിൽ നമ്മളൊരു 6 months ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ അവിടെ ഒരു അത് എൻജോയ് ചെയ്യുന്നതാണ്. അതായത് ഫാമിലി വൈബ് വിട്ടിട്ട് നമ്മുടെ പഴയ ഒരു കോളേജ് ടൈമിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 12 ദിവസവും കളക്ഷൻസ് കൂടുതലുള്ളത് ഞങ്ങൾക്കായിരിക്കും. അതുപോലെ എൻജോയ് ചെയ്തിട്ട് കിട്ടുന്നു. അതിൻ്റെ ഒരാൾ മാത്രം പോയി അതിൻ്റെ സങ്കടമുണ്ട്. അത് ചേച്ചി കുറച്ച് ഏജ്ഡായിരുന്നു, നെർവസ് ആയിരുന്നു. പുള്ളിക്കാരി ഞങ്ങളവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിത്തവും ഈ ചെയ്യത്തും ഞങ്ങളെപ്പോഴും പറഞ്ഞു, ചേച്ചി സാറ് പറഞ്ഞിട്ടുണ്ട് പഠിക്കരുത് ചെയ്യരുത് സ്ട്രെസ്ഡ് ആവും എന്നൊക്കെ പറഞ്ഞാലും അത് ഞാൻ കുറച്ച് നിങ്ങളുടെ കൂട്ട് എങ്ങല്ലല്ലോ, കുറച്ച് ബാക്ക്വേർഡ് അല്ല, അപ്പം എനിക്ക് കുറച്ചും കൂടി ഫോക്കസ് വേണമെന്ന് പറയും. പക്ഷെ അതൊരു റോങ് ടാക്ടിക്സ് ആയിരുന്നു സാർ പറഞ്ഞത്. ലാസ്റ്റ് ദിവസം ഉണ്ടായിരുന്നു സാർ നമ്മൾ പോകുന്നതിന്റെ നമ്മൾ റിവിഷൻ ടൈം ഇല്ലേ, ആ സമയത്ത് ചേച്ചി ഇങ്ങനെ പറയാന് നിങ്ങൾ എന്താ പഠിക്കാത്തത്. പിന്നെ ഞാൻ നമ്മളൊക്കെ ഉള്ളത് 80% ചോക്ലേറ്റ് അത് ഞാൻ പക്ക ചെയ്തു. ഞാൻ സെർച്ച് ചെയ്ത് എനിക്ക് ഓൾമോസ്റ്റ് കാണിയിരുന്നു 80% എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് 80% തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തപ്പിയെടുത്ത് എന്നിട്ട് എന്തായി ആ ചോക്ലേറ്റ് ചൂടല്ലേ. എക്സാം സെന്ററിൽ ചെന്നിരുന്നപ്പം അത് എനിക്ക് ഉച്ചയ്ക്ക് 3:30 എക്സാം. ഞാൻ അവിടെ ചെന്നിരുന്നപ്പം എൻ്റെ ചോക്ലേറ്റ് എല്ലാം വെട്ടായി പോയി. എനിക്ക് 80% എൻ്റെ ബ്രെയിനിൽ ബൂസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇത് കട്ട് ചെയ്യണമല്ലോ, ഇത് എങ്ങനെ പോയാലും ചാടിപ്പറിച്ച് വരിക. എന്നാലും ഞാൻ വീടില്ല 80% ഇതിലിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് ഞാൻ അവിടെ നിന്ന് തിന്നോണ്ടിരുന്നപ്പം അകത്തുനിന്ന് അവർ കണ്ടിട്ടിന് വേണ്ടിയാണ് ഇപ്പൊ കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ല അകത്ത് കൊണ്ടിരുത്തി അത് തീറ്റിച്ചിട്ട് അവർ വിട്ട്. അത്രയെങ്കിലും എനിക്ക് സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ സാറ് ഡേ ഫസ്റ്റ് മുതൽ എൻ്റെ വരെ മോട്ടിവേറ്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ അതൊന്നും ചുമ്മാ അല്ല. അതിൽ ചില കാര്യങ്ങൾ നമ്മളത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വിടുവാണെങ്കിൽ മോർ ബെനിഫിറ്റ്. അത് കേട്ടു അത് ചെയ്തു പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനും കൂടുതൽ ഉയരങ്ങൾ ആശംസിക്കും. അമ്മയാണോ ചേച്ചിമാരാണോ ലൈക്ക് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരു ടീച്ചറായിട്ട് തോന്നിയിട്ടില്ല. ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പുള്ളിക്കാരി ബുള്ളറ്റിൽ അതെ എന്നെ ബുള്ളറ്റിൽ വരെ കേട്ടിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. അതെ എല്ലാവരും എന്താ പറയുക ഒരു അതോറിറ്റി കാണിച്ചില്ല അവിടെ. ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന പൊസിഷനാണ്, എനിക്ക് ഇങ്ങനെ നിങ്ങളെ കണ്ടു അങ്ങനെ അല്ലാതെ കാട്ടിയത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അത് ഭയങ്കര സൂപ്പറായിരുന്നു. സാറിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും ഭയങ്കര സൂപ്പർ.